ഈ എഴുത്ത് പരിപാടി കഴിഞ്ഞോ? സ്വാമിയുടെ പ്രഭാഷണം നടക്കുമ്പോൾ അത് നടക്കില്ല, അതുകൊണ്ട് ഇരിക്കണം. ഈ ആളുകളുടെ അഡ്രസ്സ് എഴുതൽ പരിപാടി ഉണ്ട്, നടക്കില്ല. ഇരിക്കാനുള്ളവർക്ക് കുറച്ച് പേർക്ക് വേണമെങ്കിൽ 3 ചെയർ മുൻപിൽ ഒഴിവുണ്ട്, 4 ചെയറുണ്ട്. सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै. ओम शांति शांति शांति. എല്ലാവർക്കും നമസ്കാരം. നിർമുക്ത എന്ന പേരിൽ ഭട്ടതിരിപ്പാടിൻ്റെ ഭാഷയിൽ ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ നിർമുക്ത എന്ന പേര് എങ്ങനെയാണ് യുക്തിവാദി സംഘടനകൾക്ക് വന്നത് എന്ന് സ്വാമിക്ക് അത്ഭുതമായിരുന്നു ആദ്യം. കാരണം നാരായണീയൻ തുടങ്ങുന്നത് അതിലാണ്. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം. മാത്രമല്ല, നിർമുക്ത എന്നുള്ളത് ശങ്കരാചാര്യസ്വാമികളുടെ പരമ്പരയിൽ വരുന്ന അഖാഡയിൽപ്പെട്ടിട്ടുള്ള ഒന്നാണ്. നിർമുക്ത, നിർവൈരി, നിരഗ്നി, നിർമോഹി, നിരഞ്ജനി എന്നൊക്കെ. എന്തായാലും സ്വാമിക്ക് ആ പേര് ബ്രഹ്മത്തെ, ഭഗവാനെ, ബോധത്തെ സൂചിപ്പിക്കുന്നതാണ്. സംസ്കൃതത്തിൽ നിർമുക്ത, അതിനെ നിങ്ങൾക്ക് മാറ്റി എഴുതാൻ പറ്റില്ല. ആധികാരികമായിട്ട് പറയാൻ ആളുകളുണ്ട്. എന്തായാലും പേര് വളരെ നന്നായിരിക്കുന്നു. എന്തുകൊണ്ടും നിർമുക്തമായിരിക്കട്ടെ നിങ്ങളുടെ ഉദ്ദേശം, നിർലേപമായിരിക്കട്ടെ, നിസ്സംഗമായിരിക്കട്ടെ എന്നൊക്കെ സ്വാമി ആമുഖമായിട്ട് ആശംസിക്കുന്നു. വിഷയം ഭഗവത്ഗീത മാനവികമാണോ എന്നാണ്. അതിനോട് ചേർത്ത് വേണമെങ്കിൽ ഭഗവത്ഗീത യുക്തിഭദ്രമാണോ, ഭഗവത്ഗീത ആനുകാലിക പ്രസക്തിയുള്ളതാണോ, ഭഗവത്ഗീത ശാസ്ത്രീയമാണോ, ഇങ്ങനെ എന്തൊക്കെ ചോദ്യങ്ങൾ വേണമെങ്കിലും ഭഗവത്ഗീതയെ സംബന്ധിച്ച് ചോദിക്കാവുന്നതാണ്. ഏത് വിഷയത്തെയും നമുക്ക് ഇതുപോലെ ഡിബേറ്റ് ചെയ്യാവുന്നതാണ്. ഏത് വിഷയവും, ഏതാ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളത്? ലോകത്തിലൊന്നുമില്ല. ഐൻസ്റ്റീൻ കണ്ടെത്തിയിട്ടുള്ള വലിയ കണ്ടെത്തൽ, പരമാണുവിനെ ഭേദിച്ചുകൊണ്ടുള്ള കണ്ടെത്തലിൽ എത്രമാത്രം മനുഷ്യന് ശ്രേയസ്സിന് ഉതകുന്നതാണ്, അതുപോലെ മനുഷ്യവംശത്തെ നശീകരണത്തിന് ഉതകിയിട്ടുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള എല്ലാ കണ്ടെത്തലുകളും, നമ്മൾ ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിക് മാധ്യമങ്ങളെ, മൊബൈൽ ഫോണിൻ്റെ, ഇൻ്റർനെറ്റിൻ്റെ, ഏതിനെയാണ് നമുക്കത് വിപരീതമായിട്ടും അനുകൂലമായിട്ടും കാണാവുന്നതേ. വേദാന്തത്തിലൊരു ചൊല്ലുണ്ട്, യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി, ആസ് ദ വിഷൻ സോ ദ വേൾഡ്. എങ്ങനെയാണ് നമ്മുടെ കാഴ്ചപ്പാട്, അതിനനുസരിച്ച് നമുക്ക് ലോകത്തെ കാണാം. ഭഗവത്ഗീതയെ ഒരുപാട് മഹാത്മാക്കൾ വിസ്തരിച്ച് അനുസന്ധാനം ചെയ്തിട്ടുണ്ട്, അത് മാറ്റുരച്ചിട്ടുണ്ട്. ഐൻസ്റ്റീൻ മുതൽ ശാസ്ത്ര ലോകത്തെ മഹാരഥന്മാർ ഭഗവത്ഗീതയെക്കുറിച്ച് ആധികാരികമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അത് പരീക്ഷിച്ച സമയത്ത് ഓപ്പൺഹൈമർ ആ മഹാവിസ്ഫോടനത്തിൽ അതിന് സാക്ഷിയായ സമയത്ത് അദ്ദേഹം സ്മരിക്കുന്നത് ഗീതയെ ദിവി സൂര്യ സഹസ്രസ്യ എന്നൊരു ശ്ലോകം. 1000 സൂര്യന്മാർ ഭൂമിയിൽ ഒരുമിച്ചുദിച്ചാൽ എപ്രകാരം ഇരിക്കും എന്ന ഒരു സ്മരണ, ഒരു ശാസ്ത്രകാരന് സമാനമായ ഒരു സ്മരണ ഭഗവത്ഗീതയുടെ ഒരു
ഒരു സ്മരണയെ ഓപ്പൺഹൈമർ സ്മരിക്കുന്നുണ്ട്. പറഞ്ഞു വന്നത്, ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ മാസം നമ്മുടെ ഇവിടുന്ന് അടുത്തുള്ള സിംഗപ്പൂരിൽ ഒരു ചൈനീസ് എന്താ പറയുക വംശജൻ ഭഗവത്ഗീതയുടെ ഒരു മാനേജ്മെൻറ്റ് പുസ്തകം വളരെ വലിയ ആഘോഷമായിട്ട് അദ്ദേഹം പുറത്തിറക്കുകയുണ്ടായി. ഭഗവത്ഗീതയുടെ മാനേജ്മെൻറ്റാണ്, എങ്ങനെയാണ് മാറുന്ന സമൂഹത്തിന് ഭഗവത്ഗീത ഗുണപരമായിട്ട്, ഭഗവത്ഗീതയിലെ ടീച്ചിങ്സ് എങ്ങനെയാണ് ഗുണപരമാകുന്നത്. അപ്പം മാനേജ്മെൻറ്റിലെ വലിയ വിദഗ്ധന്മാർ, മറ്റുള്ളവർ ഒക്കെ ഇതിനെ കൈകാര്യം ചെയ്യും. നമ്മുടെ വിഷയം ഭഗവത്ഗീത മാനവികമാണോ എന്നാണ്. സ്വാമിക്കത് ഭഗവത്ഗീത മാനവികമല്ല, ഒരിക്കലും അത് മാനവികമല്ല എന്ന് പറയാൻ സാധിക്കും. കാരണം അതിന് നമ്മൾ ഒരുപാട് പേര് അങ്ങനെ ഭഗവത്ഗീതയെ കാണുന്നുണ്ട്. അതൊന്ന് മഹാഭാരതം എന്ന് പറയുന്ന ഒരു യുദ്ധം. ആ യുദ്ധഭൂമിയിൽ അർജുനന് സ്വന്തം സഹോദരങ്ങളെയും ഗുരുക്കന്മാരെയും ഒക്കെ വധിക്കാൻ ഒരു ഘട്ടം വന്ന സമയത്ത് ഇവർ വധിക്കുന്നത്, എന്നാൽ വധിക്കപ്പെടുന്നത് ന്യായമാണോ? ഇവർ പൂജാർഹരല്ലേ? ഇവരെങ്ങനെയാണ് ഞാൻ വധിക്കുക എന്ന് പറയുന്ന മതപരമായ ഒരു അർജുനനുണ്ട്. തികച്ചും ന്യായത്തെ കൃഷ്ണന്റെ മുന്നിൽ അവതരിപ്പിക്കും. എങ്ങനെ ഇവർ വധാർഹരാണോ? വാസ്തവത്തിൽ എനിക്കിവരെ വധിക്കാൻ സാധ്യമല്ലാത്തത്. അങ്ങനെ വധിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് തേർത്തട്ടിൽ അമ്പും വില്ലും ഉപേക്ഷിച്ചിരുന്ന അർജുനനെ ഇവരെ വധിക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല, ഇവര് വധിക്കാൻ യോഗ്യരാണ്, വധാർഹരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ അവരെ വധിക്കാൻ പ്രേരിപ്പിക്കുകയും, ആ കൃഷ്ണന്റെ പ്രേരണ അത് കൃഷ്ണൻ ആദ്യം കുറച്ച് മര്യാദയുടെ ഭാഷയിൽ പറയുകയും പിന്നെ ഭീഷണിപ്പെടുത്തുകയും പിന്നെ തൻ്റെ തന്നെ ചില ഹിപ്നോട്ടിസൊക്കെ ഉപയോഗിച്ച് തൻ്റെ വലിയ വിശ്വരൂപത്തെയൊക്കെ കാണിച്ച് അർജുനനെ പാവം പേടിപ്പിച്ച് അർജുനനെ കൊണ്ട് ഈ ഒരു കടുങ്കൈ ചെയ്യിപ്പിച്ചു എന്ന് പറയുന്ന വ്യാഖ്യാനങ്ങളാണ് ഞങ്ങളെ ആദ്യം ആശ്രമത്തിൽ പഠിപ്പിച്ചത്. കാരണം സ്വാമിയും അത്തരത്തിൽ ഒരു എന്താ പറയുക വിമർശനത്തിലൂടെയാണ് ഭഗവത്ഗീതയെ ആദ്യം നോക്കിക്കണ്ടത്. പിന്നെയാണ് മനസ്സിലായത്, ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരാള് നമ്മളൊന്നും പറയുന്നത് പോലെ ജനിച്ചിട്ടേ ഇല്ല എന്ന് കൃഷ്ണൻ ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നത് എന്നെ മനുഷ്യനായി കാണുന്നു എങ്കിൽ അത് മൂഢനാണ്. കാരണം ഞാൻ മാനുഷീം തനുമാശ്രിതാഹ പരംഭാവമജാനന്ദ അവജാനന്തി മാം മൂഢാഹ. ഭഗവത്ഗീത എന്നെ കേവലം മനുഷ്യനായി കാണുകയും പരിഹസിക്കുകയും ചെയ്യുന്നവർ എൻ്റെ പരംഭാവത്തെ അറിയാത്തവരാണ്. ജന്മ കർമ്മജമേ ദിവ്യം, എൻ്റെ ജന്മത്തെയും എൻ്റെ കർമ്മത്തെയും ഏവം യോ വേത്തി തത്വതഃ, ആരാണ് എന്നെ എൻ്റെ ജന്മവും എൻ്റെ കർമ്മവും താത്വികമായി അറിയേണ്ടത്. ഇപ്പം കൃഷ്ണൻ, അർജുനൻ, ഇതെല്ലാം തന്നെ മഹാഭാരതം പൂർണ്ണമായി താത്വികമായി ചിന്ത ചെയ്യേണ്ടതാണ്. ഒരിക്കലും ഭഗവത്ഗീത, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മഹാഭാരത യുദ്ധം, അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കഥകൾ, അതിലെ കഥാപാത്രങ്ങൾ, ഇതൊന്നും തന്നെ യഥാർത്ഥത്തിലുള്ളതല്ല എന്ന് ആരാണോ ഈ കൃതി രചിച്ചിട്ടുള്ളത് ആ വേദവ്യാസൻ വളരെ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. മഹാഭാരതത്തിൽ തന്നെ പറഞ്ഞിരിക്കും, ഇമാ കഥാസ്തേ കഥിതാ തവാ യഥാ. എന്തൊക്കെയാണോ എന്നാൽ പറയപ്പെട്ടിട്ടുള്ള ഈ കഥകളെല്ലാം തന്നെ വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ. ഇത് വിജ്ഞാനത്തിനും അറിയുന്നതിനും അതിലൂടെ വൈരാഗ്യത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. നതു പാരമാർത്ഥ്യം, ഇതൊന്നും പരമാർത്ഥ സംബന്ധമായിട്ടുള്ളതല്ല. ഇപ്പം ഭഗവത്ഗീത യുദ്ധം അല്ലെങ്കിൽ മഹാഭാരത യുദ്ധം ഇതൊന്നും പരമാർത്ഥത്തിലുള്ളതല്ല, മറിച്ച് വലിയൊരു സത്യത്തെ പറയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് നിങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് സ്വാമി എന്തെങ്കിലും ഒരു സ്വാമിയുടേതായിട്ടുള്ള ഒരു വ്യാഖ്യാനം, സ്വാമി ഇതിനെ കുളിപ്പിച്ച് പൗഡർ ഇട്ട് പൊട്ട് തൊടിയിച്ച് കിടത്തുന്ന ഒരു ഏർപ്പാട് നടത്തുകയാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം അതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രമാണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഭഗവത്ഗീതയിലുമുണ്ട്, മഹാഭാരതത്തിലുമുണ്ട്, ഉപനിഷത്തുകളിലുമുണ്ട്.
ഇതിൻ്റെയൊക്കെ പ്രമാണം സ്വാമിക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് തരാവുന്നതേ ഉള്ളൂ. ഒന്ന്, നമ്മൾ ഈ വിഷയത്തിൽ ആദ്യം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു പോയിന്റ്, ഭഗവത്ഗീത ചരിത്രപരമായി, ചരിത്രപരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത്ഗീതയെ നമുക്ക് അങ്ങനെ സമീപിക്കാം, ചരിത്രപരമായി, ഭക്തിപരമായി, ഭാഷാപരമായി ഒക്കെ. ചരിത്രപരമായിട്ട് എന്നാണ് ഇത് നടന്നത് എന്നുള്ള ചരിത്രപരമായ, ആ ചരിത്രപരമായ അന്വേഷണം ഒരിക്കലും മാനവികമല്ല. നമ്മളിപ്പോൾ ഭഗവത്ഗീതയെക്കുറിച്ച് ചരിത്രപരമായിട്ട് അന്വേഷിച്ചതുകൊണ്ട് നമുക്കെന്താ അതിൽ നേട്ടം? ഭാഷാപരമായിട്ട് നമുക്ക് സമീപിക്കാം. സംസ്കൃതത്തിലാണ് ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. അതിൻ്റെ വ്യുൽപ്പത്തിയെക്കുറിച്ചും അതിൻ്റെ സമാസത്തെക്കുറിച്ചും അതിൻ്റെ അന്വയത്തെക്കുറിച്ചും അതിൻ്റെ മറ്റ് എന്താ പറയുക വൃത്തത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് പഠിക്കാം, അതിലുപയോഗിച്ച ഭാഷയൊക്കെ. ഭക്തിപരം എന്ന് പറഞ്ഞാൽ കേവലം ഒരു വികാരപരമായിട്ടുള്ള ഒരു സമീപനമാണ്. വൈകാരികമായിട്ട് ഇതെന്തോ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, അത് തൊട്ട് തലയിൽ വെച്ച് ആരാധിക്കുന്ന ഒരു സമീപനം. തത്വചിന്ത എന്ന് പറയുമ്പം ഇവിടുത്തെ ചോദ്യമാണ്, ഇത് മാനവികമാണോ? ഈ ഗീത അനുസന്ധാനം ചെയ്യുന്നത്, ഇത് പഠിക്കുന്നത് എനിക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുമോ? അങ്ങനെ ഒരാൾ ചോദിക്കുന്ന പക്ഷം തീർച്ചയായിട്ടും അതിൽ ഒരു മനുഷ്യനെ കേവലം ശരീരമെന്നല്ല ഭാരതം കണക്കാക്കിയിട്ടുള്ളത്, ഭഗവത്ഗീതയും അതെ. അവന് ശാരീരികമായിട്ടുള്ള അവൻ്റെ ആവശ്യങ്ങളുണ്ട്. അപ്പം ശരീരത്തിൻ്റെതായിട്ടുള്ള ധർമ്മം ഇത്യാദി കാര്യങ്ങളൊക്കെ ഗീത ചർച്ച ചെയ്യുന്നു. അതിനപ്പുറത്ത് അവനൊരു മനസ്സുണ്ട്. അപ്പോൾ ആ മനസ്സിൻ്റെ തലങ്ങളെ ഗീത വളരെ നന്നായിട്ട് സ്പർശിക്കുന്നു, വിസ്തരിക്കുന്നു. പിന്നെ ബുദ്ധിയുടെ തലത്തിൽ, സർവോപരി ആത്മാവിൻ്റെ ഒരു തലമുണ്ട്. ശരീരം, മനസ്സ്, ബുദ്ധി, അതിനപ്പുറത്ത് ആത്മാവിൻ്റെ ഒരു തലം, ആ തലത്തെയും ഗീത സ്പർശിക്കുന്നു. ഈ 4 ഭാവങ്ങളോട് കൂടിയിട്ടുള്ളവനാണ് മനുഷ്യനെന്നും ഈ 4 ഭാവങ്ങളിലേക്കും എങ്ങനെയാണ് ഒരുവൻ വളർന്ന് വികസിച്ച് പരിണമിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമായി തീരേണ്ടത്, അവിടേക്ക് അവന് അനിവാര്യമായ അഹിംസ എന്ന ഒരു സിദ്ധാന്തം ഭഗവത്ഗീത മുന്നിൽ വയ്ക്കുന്നത് അതാണ്. ഒരു യുദ്ധത്തെ മുന്നിൽ നിർത്തുന്നത് എന്തിന് എന്നാണെങ്കിൽ ഇതൊരു സന്ദർഭം മാത്രമാണ്. ഭഗവത്ഗീതയിൽ ഇങ്ങനെ ഒരു സന്ദർഭം രചിച്ചിരിക്കുന്നു വ്യാസര്. അതുപോലെ അനേകം സന്ദർഭങ്ങൾ പലയിടത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ ഒരു സന്ദർഭം, ആ യുദ്ധം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും സങ്കീർണമായ കർമ്മമാണ്. അതിനേക്കാൾ സങ്കീർണതയായ ഒരു കർമ്മം ഒരു മനുഷ്യന് വേറെ ഇല്ല. അപ്പം ആ ഒരു സങ്കീർണമായ കർമ്മത്തെ എങ്ങനെ അനായാസേന സാധിപ്പിക്കാം, ഇതാണ് ഗീത മുന്നിൽ വയ്ക്കുന്ന ഒന്ന്. കാരണം അവിടെ ഞാനെന്നും എൻ്റേതുമെന്നും ഇല്ലാതെ എങ്ങനെ ഈ സങ്കീർണമായ കർമ്മത്തിന് ഒരു ആനന്ദത്തോടുകൂടി അതിന് ചെയ്യാം. ഇപ്പം യുദ്ധം നമ്മൾ അംഗീകരിക്കുന്നുവെങ്കിൽ തന്നെ ആ യുദ്ധം എങ്ങനെ സംഘമില്ലാതെ ചെയ്യാൻ സാധിക്കും? ഒരു ഇന്ത്യ പാക് വാർ വരികയാണെങ്കിൽ ഒരു മുസൽമാനായിരിക്കുന്ന ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ തൻ്റെ അപ്പുറത്തുള്ളത് തൻ്റെ മതത്തിൻ്റെ ആളുകളാണ് എന്ന് തോന്നുന്ന സമയത്ത് വൈകാരികമായി ഇദ്ദേഹത്തിൻ്റെ മതവുമായി സാമ്യപ്പെട്ട് കഴിയുമ്പോൾ തൻ്റെ സ്വരാജ്യധർമ്മം വിസ്മരിക്കപ്പെടുകയും തനിക്കത് തൻ്റെ ഉള്ളിൽ ഒരു സംഘർഷം ഉണ്ടാക്കുകയും ചെയ്യും. കാരണം ടിയാൻമെൻ സ്ക്വയറിൽ ഈ ഒരു സംഘർഷം നമ്മൾ അർജുനൻ്റെ സംഘർഷമായിട്ട് ലോകം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ടിയാൻമെൻ സ്ക്വയറിൽ വിദ്യാർത്ഥികൾ ഒത്തുകൂടിയ സമയത്ത് അവിടുത്തെ മിലിറ്ററി ഓഫീസർ അവർക്ക് നേരെ നിറയൊഴിക്കുന്നതിന് വൈമുഖ്യം കാണിച്ചു. അപ്പം അതിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള റീസൺ ഇതാണ്: ഇവരുടെ ജീവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ യൂണിഫോം ഇട്ടത്. അവർക്ക് നേരെ നിറയൊഴിക്കേണ്ടി വരിക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സാധിക്കാതെ വന്ന ഒന്നാണ്. ഇതൊക്കെ നമ്മൾ സമൂഹത്തിൽ മാനവികമായി ഭഗവത്ഗീതയുടെ സ്പന്ദനങ്ങൾ, ഭഗവത്ഗീത ചർച്ച ചെയ്തിട്ടുള്ള തലങ്ങളെ നമുക്ക് സമൂഹത്തിൽ എപ്പോഴും കാണാവുന്നത്. എപ്പോഴും പാർട്ടിയുടെ സമരങ്ങൾ നടക്കുന്ന സമയത്ത് തനിക്ക് അനുകൂലമായ പാർട്ടിക്കാരനാകുന്ന സമയത്ത് പോലീസ് എടുക്കുന്ന നടപടിയിൽ ഈ ഒരു സംഘമുണ്ട്. എവിടെയാണോ സംഘമുണ്ടാകുന്നത് ആ സംഘം കർമ്മത്തെ വികൃതമാക്കുന്നു എന്ന് ഗീത വളരെ നന്നായി പറയുന്നുണ്ട്. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ആ ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ കാണാവുന്നതാണ്. ഒരു ഡോക്ടർ, പ്രശസ്തനായ സർജൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിൻ്റെ അനുജൻ ആക്സിഡൻ്റായി വന്ന് അദ്ദേഹത്തിൻ്റെ ആ ആക്സിഡൻറ്റ്
കേസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഡോക്ടറെ വിളിച്ച സമയത്ത് ഡോക്ടർ തിയേറ്ററിൽ മോഹാലസ്യപ്പെട്ട് വീഴുകയാണ്. കാരണം തൻ്റെ അനുജൻ തന്നെ കാണാൻ വേണ്ടി വരികയാണ്. ബൈക്കിൽ വരുന്നു, കൊയിലാണ്ടി വെച്ച് ആക്സിഡൻ്റ് ആവുന്നു ലോറിയിൽ. കാരണം തൻ്റെ അനുജൻ എന്ന് അറിഞ്ഞ ആ നിമിഷം അദ്ദേഹത്തിൻ്റെ മുഴുവൻ കർമ്മശേഷിയും ചോർന്നു പോകും. അപ്പൊ സംഘം കർമ്മശേഷിയെ ചോർത്തുന്നു എന്നുള്ളതിന് കൂടുതൽ ദൃഷ്ടാന്തങ്ങളൊന്നും ആവശ്യമില്ല. സ്വാമിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റും. ഒരുപാട് ഉദാഹരണങ്ങളിലുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ഉദാഹരണങ്ങളിൽ നിന്നല്ലേ. നല്ല എന്താ പറയുക, ഇപ്പോൾ രവീന്ദ്ര മാഷ് നല്ല അധ്യാപകനാണെങ്കിൽ സ്വന്തം കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. കാരണം ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അദ്ദേഹം ചിലപ്പോൾ അത് അല്ല എന്ന് പറയുകയായിരിക്കാം. എന്തോ ആവട്ടെ, സ്വാമി ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. സ്വന്തത്തിനെ കൈകാര്യം ചെയ്യൽ എപ്പോഴും പ്രശ്നമാണ്. നാടിനെ മുഴുവൻ വിറപ്പിക്കുന്ന SI ഉണ്ട്. വീട്ടിൽ വന്നാൽ ഭാര്യ അവിടെ അടക്കി അവിടെ ഇരുന്നോളെന്ന് പറയും. നാട് മുഴുവൻ ഇദ്ദേഹം വിറയ്ക്കുന്നു പറയും. പക്ഷെ ഭാര്യയെ ഹാൻഡിൽ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റില്ല. സ്വന്തം, ഇതാണ് അർജുനന്റെ പ്രശ്നം. സ്വജനം ഹി കഥം ഹത്വ സുഖിനസ്യാമ മാധവ. സ്വന്തം ആളുകളെ കൊന്നിട്ട് എങ്ങനെയാണ് സുഖം ഉണ്ടാവുക? അപ്പൊ സ്വന്തം ആളുകളെ കൊല്ലുക, സ്വന്തം ആളുകളെ കൊല്ലാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുക, ഇതാണ് വ്യാസന്റെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു സന്ദർഭം എന്ന് പറയുന്നത്. അതിനാണ് ശങ്കര ഭഗവത്പാദര് ഗീത ഭാഷ്യം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് അതാണ്. അഹമേഷാം മമ ഏതേ ഇത് ഭ്രാന്തി പ്രത്യയ നിമിത്ത ഹേതുഹു. ഞാൻ അവരുടേത്, എൻ്റെ ആൾക്കാർ, എൻ്റെ ആൾക്കാർ, ഞാൻ അവരുടേത്, അവരെൻ്റേത്. ഈ ഭ്രാന്തിയിൽ നിന്ന് ജന്യമായതാണ് അർജുനന്റെ ശോകമോഹങ്ങൾക്ക് കാരണം. അതിന് അർജുനനുണ്ടായ ശോകമോഹങ്ങളെ സമൂഹത്തിന്റെ ശോകമോഹങ്ങളായി കണ്ട് അർജുനൻ നിമിത്തീകൃത്യ ലോകസംഗ്രഹാർത്ഥം ശ്രീ വാസുദേവനാഹ എന്നാണ് ആചാര്യസ്വാമികൾ ഭാഷ്യത്തിന്റെ ആരംഭത്തിൽ പറയുന്നത്. അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ലോകത്തിന്റെ കല്യാണത്തിനായി കൊണ്ട് കൃഷ്ണൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആചാര്യസ്വാമികൾ അതിൻ്റെ ഭാഷ്യം തുടങ്ങുന്നത്. അപ്പൊ പറഞ്ഞു വന്നത് ഭഗവത്ഗീതയുടെ എസൻസ് എന്ന് പറയുന്നത് സംഘത്തെ ഉപേക്ഷിക്കുക എന്നതാണ്. സംഘത്തോടാണ് യുദ്ധം ചെയ്യാൻ പറയുന്നത്. 2 വാളുകൾ, 2 യുദ്ധ ഉപകരണങ്ങളാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് അസംഘശസ്ത്രേണ ദൃഢേന ചിത്വ എന്നാണ്. അസംഘമാകുന്ന, ഡിറ്റാച്ച്മെന്റ് ആകുന്ന വാളുകൊണ്ട് അർജുന ഒരു സംശയവും കൂടാതെ ഛേദിക്കും. മറ്റൊന്ന് ജ്ഞാനാസിന, അറിവാകുന്ന വാളുകൊണ്ട് ഛേദിക്കും. ഏതിനെ? കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ. രജോ ഗുണത്തിൽ നിന്ന് സമുദ്ഭവിച്ചിട്ടുള്ള കാമവും ക്രോധവും, അതാണ് നിന്റെ ശത്രു. അതിനെയാണ് നീ ഛേദിക്കേണ്ടത്. ഇതല്ലേ മാനവികത? മാത്രമല്ല ഭഗവത്ഗീതയുടെ മാനവികത എന്ന് പറയുമ്പോൾ സ്വാമിക്ക് അനുവദിച്ചത് 1/2 മണിക്കൂറാണ്. സ്വാമി ഭഗവത്ഗീത തിരുവനന്തപുരത്ത് പറയാനെടുത്തത് 108 ദിവസമാണ്. 108 ദിവസം 2003 വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെ. അത് കഴിഞ്ഞിട്ട് ആളുകൾ പറഞ്ഞത് വേഗം തീർന്നു പോയി എന്നാണ് 108 ദിവസം കഴിഞ്ഞപ്പോൾ. അപ്പോൾ 108 ദിവസം ഇവിടെ വേണമെന്നല്ല സ്വാമി പറയുന്നത്. ഭഗവത്ഗീത 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് പറയാം. 2 വിധത്തിൽ പറയാം. ഒന്ന് VKN പറഞ്ഞ പോലെ പറയാം. VKN ഗീതയെ പറയുന്നത് പൂഷട എന്നാണ്. 3 അക്ഷരമാണ് ഗീത. പൂഷട എന്ന് പറഞ്ഞാൽ അടിയട, അതറിയാലോ, മലബാർ ഭാഷയാണ്. പൂഷട എന്ന് പറഞ്ഞാൽ അടിയട. അതല്ലാതെ ഗീതയുടെ അതിൻ്റെ എന്താ പറയുക, അത് ശ്ലോകം ആരംഭിക്കുന്നത് തന്നെ ഇവിടെ പറഞ്ഞു ധർമ്മത്തെക്കുറിച്ച്. എന്താണ് ശ്ലോകം ആരംഭിക്കുന്നത് തന്നെ? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുയുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ. ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ എൻ്റെ ആളുകളും പാണ്ഡുവിൻ്റെ ആളുകളും എന്തു ചെയ്തു? ഇത് മഹാഭാരതം ഭീഷ്മപർവം 13-ാം അധ്യായത്തിലെ ഗീതാപർവം ആരംഭിക്കും. തുടർന്ന് വരുന്ന അധ്യായങ്ങൾ മുഴുവൻ ഗീതാപർവമാണ്. അത് കഴിഞ്ഞ് 25-ാം അധ്യായത്തിൻ്റെ ആരംഭ ശ്ലോകമാണിത്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നത്. ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ എൻ്റെ ആളുകളും പാണ്ഡുവിൻ്റെ ആളുകളും എന്ത് ചെയ്തു എന്നത് 10-ാമത്തെ ദിവസം ഭീഷ്മര് നിലംപതിച്ചു എന്നുള്ള വർത്തമാനവും തുടർന്ന് എല്ലാ വർത്തമാനവും അറിഞ്ഞതിന് ശേഷം വീണ്ടും ചോദിക്കുന്നതാണ് ധൃതരാഷ്ട്രൻ. അവിടെ ചോദ്യമേ വേറെയാണ്. ക്ഷേത്ര ശബ്ദത്തിന് ഗീതയിൽ തന്നെ 13-ാം അധ്യായത്തിൽ ആരംഭത്തിൽ ഉത്തരം പറയുന്നു. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയത എന്ന. ശരീരത്തെയാണ് ക്ഷേത്രം എന്ന് ഗീത വളരെ നന്നായി പറഞ്ഞു.
ഇപ്പം 2 ക്ഷേത്രങ്ങളുണ്ട്, ധർമ്മക്ഷേത്രവും കുരുക്ഷേത്രവും. ധർമ്മക്ഷേത്രം എന്താണ് ധർമ്മം? ധാര്യതേ ധാരണാത്. ധരിച്ചിരിക്കുന്നത് ഏതോ അതാണ് ധർമ്മം. ആത്യന്തികമായ ധർമ്മം ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തെ അറിയുന്നതിനുള്ള മൂല്യങ്ങളായിട്ടുള്ളതെല്ലാം തന്നെ ധർമ്മത്തിൻ്റെ പട്ടികയിൽ പെടുകയും ചെയ്യും. അതുകൊണ്ട് ധർമ്മം. അപ്പം ധർമ്മക്ഷേത്രം, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷീയതേ ക്ഷതാത്, ക്ഷയിക്കുന്നത്, നശിക്കുന്നത്. അപ്പം നശിക്കുന്നതും നശിക്കാത്തത് ധർമ്മക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ കുരുക്ഷേത്രം കർമ്മഭൂമി. അപ്പം നിങ്ങൾ ധർമ്മക്ഷേത്രത്തിൽ തീരുമാനം എടുത്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഈ കർമ്മക്ഷേത്രത്തിൽ നിങ്ങളെ കാണുന്നത്. സ്വാമി ഈ തീരുമാനം എടുത്തതാണ്, ഇവിടെ വരണം, നിങ്ങളുമായിട്ടൊരു ഡിബേറ്റ്, ഇവിടെ ഒരു ഡിബേറ്റിൽ പങ്കെടുക്കണം. അത് തീരുമാനിക്കുന്ന ഒരു ഇടമുണ്ട്, അതാണ് ധർമ്മക്ഷേത്രം. ആ തീരുമാനിച്ച ഇടത്തിന് അനുസൃതമായി നമ്മൾ ഇവിടെ എത്തുമ്പം കർമ്മക്ഷേത്രവും ധർമ്മക്ഷേത്രവും തമ്മിൽ ഒരു സാമ്യം ഉണ്ടാകുന്നുണ്ട്. അതല്ല നമ്മളിവിടെ വരാമെന്ന് പറയുകയും ഇവിടെ വരാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് സ്വാമി കുരുക്ഷേത്രത്തിലായിരിക്കും എപ്പോഴും. ഇതാണ് സംഘർഷം. ഈ സംഘർഷത്തെ ആർക്ക് മാറ്റി നിർത്താൻ പറ്റും? ഇവിടെ ഇതൊക്കെ സ്വാമിക്ക് വെല്ലുവിളിക്കാൻ പറ്റും. നിങ്ങൾ ഇത്തരം സംഘർഷങ്ങൾ, മാനസിക സംഘർഷങ്ങൾ ഇല്ലാത്തവരാണ് നിർമുക്തയിലെ ഞങ്ങളെല്ലാവരും എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങളൊരു അർജുനന്റെ വിഷാദം എന്ന് പറഞ്ഞാൽ അതാണ്. ഒന്ന് ചെയ്യണം എന്ന് നന്നായി ഉറപ്പുണ്ടായിരിക്കുക, അത് ചെയ്യാൻ പറ്റാതിരിക്കുക, ഇതാണ് വിഷാദം. വിഷാദത്തിന്റെ ഡെഫിനിഷൻ അതാണ്. ഇന്നത് ചെയ്യണം എന്ന് ഉറച്ച ബോധ്യം ഉണ്ടാവുക, അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, നിസ്സഹായ അവസ്ഥ. ആ നിസ്സഹായ അവസ്ഥ ഇല്ലാത്തവര് ആരാ ഈ സമൂഹത്തിൽ? എല്ലാവർക്കും ഉണ്ട്. ചെയ്യാൻ പറ്റുന്നവരോ? ചെയ്യാൻ പറ്റുന്നവര് ഭാഗ്യവാന്മാർ. അവരെ ഈ അറിവ് ഉൾക്കൊണ്ടവര്. അതുകൊണ്ട് ഗീത ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ്. അത് ഗീതയുടെ ആദ്യ ശ്ലോകവും അവസാന ശ്ലോകവും ചേർത്ത് വെച്ചാൽ കിട്ടുന്നത് ഭാരതീയ കൃതികളിലെല്ലാം തന്നെ. സന്ദർഭവശാൽ ഇവിടെ നാരായണ ഗുരുദേവൻ ഗീത അവതരിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഗീത നാരായണ ഗുരുദേവന്റെ ആത്മോപദേശ ശതകം ഭഗവത്ഗീതയാണ്. ആത്മോപദേശ ശതകം ഭഗവത്ഗീതയാണ്, മലയാള ഭഗവത്ഗീതയാണ്. മുഴുവൻ ആശയം അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തുമുജ്വലിക്കും കരുവിന് കണ്ണുകൾ 5 തെരുതെരെ വീണു വണങ്ങിയോതിടേണം എന്ന് ഗുരുദേവൻ മലയാളത്തിൽ പറയുമ്പം ഇന്ദ്രിയഗ്രാമം സംനിയമ്യ എന്ന് അർജുനനോട് ഭഗവാൻ കൃഷ്ണൻ അവിടെ പറയും. സംസ്കൃതത്തിലാണ് പറയുന്നത് എന്നേ. 100 ശ്ലോകങ്ങളും ഭഗവത്ഗീതയിൽ 701 ശ്ലോകങ്ങളുണ്ട്. അതിൽ 100 ശ്ലോകങ്ങൾ ഭഗവത്ഗീത തന്നെയാണ്. അതുകൊണ്ട് പലരും പറയുന്നത് തന്നെ മലയാള ഭഗവത്ഗീത എന്നാണ്, ആത്മോപദേശ ശതകത്തിൽ. അപ്പൊ സ്വാമി ആദ്യം ആവശ്യപ്പെട്ടത് ഭഗവത്ഗീതയെക്കുറിച്ച് എന്തൊക്കെയാണ് മാനവികമല്ലാത്തത് എന്ന് കേൾക്കാനായിരുന്നു നമുക്ക് ആഗ്രഹം. കാരണം എന്നാൽ അത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ, നമുക്ക് വളരെ സൗകര്യമാണ്. അപ്പൊ ചാതുർവർണ്ണ്യം എന്നിവിടെ പറയുന്നത് വാസ്തവത്തിൽ ഇപ്പം നമ്മുടെ ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നത് പോലെ ഒരാളും അത് പഠിച്ചിട്ടില്ല. വിസ്തരിച്ച് ചർച്ചയും നടക്കുന്നുണ്ട്. ഇപ്പോ ഒരു TV ചോദിച്ചു, ഒരു അമ്മൂമ്മയോട് ചോദിക്കുക എന്താ ഈ റിപ്പോർട്ട് വന്നാല്, അത് റിപ്പോർട്ട് വന്നാല് പാല് കറക്കാൻ പാടില്ല എന്നാ പറയണത്. കുട്ടി കുടിക്കണം അത്ര പാല് കറക്കുന്നത് പ്രകൃതിക്ക് വിരുദ്ധാണെന്ന്. ഇതൊക്കെയാണ് ആ അമ്മയെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് റിപ്പോർട്ട് വന്നാൽ ഉണ്ടാവുക എന്ന്. ഇത് തന്നെയാണ് ചാതുർവർണ്ണ്യത്തെ സംബന്ധിച്ചുള്ളത്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ. 4 വർണ്ണങ്ങൾ എന്നാൽ സൃഷ്ടിക്കപ്പെട്ടു ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും വിഭാഗം കൊണ്ട്. തസ്യ കർത്താരമഭിമാം, അതിൻ്റെ കർത്താവ് ഞാനാകുന്നുവെങ്കിലും വിദ്യ അകർത്താരം അവ്യയം, അതിൻ്റെ അകർത്താവും ഞാനാകുന്നു. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത്. കർത്താവും അകർത്താവും എങ്ങനെ കൃഷ്ണനാകുന്നു? ഞാനൊരു കർമ്മത്തിൻ്റെ കർത്താവും അതേസമയം ഞാൻ അകർത്താവും. ചാതുർവർണ്ണ്യത്തിൻ്റെ കർത്താവും ഞാനാണ്, അതിൻ്റെ അകർത്താവും ഞാനാണ്. ഞാനാണ് അത് സൃഷ്ടിച്ചത്, ഞാനത് സൃഷ്ടിച്ചിട്ടുമില്ല. ഇതാ ഗീത പറയണത്. ആ ചാതുർവർണ്ണ്യം ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമാണ് എന്ന് നമ്മൾ കണ്ടെത്തിയതും അത് വ്യാഖ്യാതാക്കൾ അത് ചെയ്തതും ഒക്കെ അബദ്ധം തന്നെയാണ്. കാരണം അതിന് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തതാണ്. എന്നാൽ ചാതുർവർണ്ണ്യത്തെ സംബന്ധിക്കുന്ന വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാവും, പല വ്യാഖ്യാനങ്ങളും ഉണ്ടാവും. പക്ഷെ സ്വാമിക്ക് അത് വളരെ വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും. കാരണം അതിൻ്റെ തൊട്ട് മുൻപും അതിന് ശേഷം
ചാതുർവർണ്ണ്യത്തെക്കുറിച്ച് അവതരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്തത് കൃഷ്ണൻ എന്താണ് പറഞ്ഞത്? അതിന് തൊട്ടു മുമ്പ് കൃഷ്ണൻ എന്താണ് പറഞ്ഞത്? ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലാണ് ഈ ആശയം ചർച്ച ചെയ്യുന്നത്. സ്വാമി 701 ശ്ലോകങ്ങളും ഒരു ഗുരുവിൻ്റെ കീഴിലിരുന്ന് 3 വർഷം ഹൃദിസ്ഥമാക്കാൻ പഠിക്കാൻ ഭാഗ്യമുണ്ടാവുകയും ഇപ്പോഴും ഈ ഭഗവത്ഗീത ലോകം മുഴുവൻ പറയാനും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ഗീതാ വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് ഭഗവത്ഗീത മാനവികമാണോ എന്ന് ചോദിച്ചാൽ സ്വാമിയുടെ അതിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും നമ്മളത് സമീപിക്കുന്നുവെങ്കിൽ അർജുനൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സ്വാമി അത് മാത്രം പറയാം. നമ്മളൊക്കെ ദിവസവും ചോദിക്കുന്ന ചോദ്യം, എപ്പോഴൊക്കെ നമ്മൾ ചോദിച്ചു എന്ന് ചോദിച്ചാൽ എപ്പോഴൊക്കെയാണ് മനുഷ്യൻ ചോദിക്കാത്തതെന്ന് ചോദിച്ചാൽ മതി. ഇന്നത്തെ വർത്തമാന പത്രം എടുക്കുമ്പോൾ ന്യൂസ് കാണുന്ന സമയത്ത് ബലാത്സംഗവും അതുപോലെ ക്രൂരമായ പല പ്രവൃത്തികൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്നതാണ്, എന്തിനാ ഈ മനുഷ്യൻ ഇങ്ങനെ ഓരോന്ന് ചെയ്യും? അല്ല, എന്താവശ്യമുണ്ട് ഈ മനുഷ്യന്മാർക്ക് ഇത് ചെയ്തിട്ട് എന്ന്? ഇത് അർജുനൻ ചോദിക്കുന്നതാണ്. ചോദ്യം സംസ്കൃതത്തിലാണെന്നേ ഉള്ളൂ. അതൊക്കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ചന്നഭി വാർഷ്ണേയ ബലാദിവ നിയോജിത. കുറച്ചുകൂടെ ചോദ്യം ആഴത്തിലാണ്. അതൊക്കേന പ്രയുക്തോയം, ആരാൽ നിയോഗിക്കപ്പെട്ടിട്ടാണ്, ആരുടെ പ്രേരണ കൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനത്തെ പാപങ്ങളെ ചെയ്യുന്നത്? അതൊക്കേന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനിച്ചന്നഭി, അവൻ പോലും ആഗ്രഹിച്ചിട്ടല്ല, ബലാദിവ. മോഡേൺ എന്താ പറയുക, നമ്മുടെ മനഃശാസ്ത്രത്തിൽ പറയും ഒരു ഡ്രൈവ്സ് ആണെന്നാ പറയുന്നത്. ഈ കുറ്റവാളികളെ കുറ്റം ചെയ്യിക്കാൻ അവന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ഡ്രൈവ്സ്. ആ ഡ്രൈവിന്റെ പ്രേരണ ആരാന്ന് അർജുനൻ ചോദിക്കുന്നത്. ബലാദിവ നിയോജിത, ബലമായി അവനെ അതിലേക്ക് നിയോഗിപ്പിക്കുന്ന ഗോവിന്ദസ്വാമിയെ ബലമായി നിയോഗിച്ച ആ പ്രേരണ എന്താണ്? ഇങ്ങനെ ഓരോരുത്തരെയും ഗീത ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് മാനവികമല്ലേ? എന്താണ് നമുക്ക് ഒരു ഉത്തരം പറയാനുള്ളത് ഈ വിഷയത്തിൽ? അതുകൊണ്ട് സ്വാമി ഇവിടെ വെച്ച് നിങ്ങളുടെ മുൻപാകെ നമ്മുടെ പൂർവികന്മാർ ചെയ്തു വന്ന ഒരു വഴിയുണ്ട്, അത് തുടരാൻ സ്വാമി ആഗ്രഹിക്കുന്നു. നമ്മുടെ ഇതിൽ ശങ്കര ഭഗവത്പാദരൊക്കെ ചെയ്യുന്നത് ദിഗ്വിജയം എന്നാ പറയും. ദിഗ്വിജയം എന്ന് പറഞ്ഞാൽ ജ്ഞാന ചർച്ചകളാണ്. അപ്പൊ ഭഗവത്ഗീത മാനവികമല്ല, ഭഗവത്ഗീത മനുഷ്യകുലത്തിന് അപകടമാണ് എന്ന് നിങ്ങൾ വളരെ മനോഹരമായി നമ്മളെ ബോധിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ അതിൻ്റെ പ്രവർത്തനത്തിന് സ്വാമി ഉണ്ടാകും എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. ഈ കുപ്പായം മാറ്റിവെച്ച് നിങ്ങൾ കരുതുന്ന കൈലിമുണ്ടോ എന്താ വെച്ചാൽ ഉടുത്തിട്ട് നിങ്ങളുടെ പ്രചാരകനായി സ്വാമി വരും. പക്ഷെ ബോധിപ്പിക്കണം എന്ന് വളരെ ശാന്തമായ രീതിയിൽ. സംവാദം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ വാദം, സംവാദം, ജൽപ്പം, വിതർക്കം, ഇങ്ങനെ 4 എണ്ണം ഉണ്ട്. വാദം എന്ന് പറഞ്ഞാൽ തുല്യ ശക്തികളാണ്, കോടതിയിലൊക്കെ നടക്കുന്നത് വാദം. സംവാദമാണ് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളെല്ലാം. ഉമാമഹേശ്വര സംവാദമാണ് രാമായണം. അതുപോലെ തന്നെ കൃഷ്ണാർജുന സംവാദമാണ് ഗീത. ശ്രീശുക പരീക്ഷിത്ത് സംവാദമാണ് ഭാഗവതം. ഗുരുശിഷ്യ സംവാദമാണ് ഉപനിഷത്ത്. സംവാദത്തിൽ ഒരാൾക്ക് കൂടിയ അറിവ്, മറ്റേ ആൾക്ക് കുറഞ്ഞ അറിവ്. ഇതിൽ ആർക്ക് കൂടിയ അറിവ്, കുറഞ്ഞ അറിവ് എന്നുള്ള ചോദ്യമില്ല. ആർക്ക് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നതേ ഉള്ളൂ. പിന്നെയുള്ളത് ജൽപ്പമാണ്. ജൽപ്പം ഈ കുട്ടികളൊക്കെ ഉപയോഗിക്കുമല്ലോ. ആനയും എന്താ പറയുക, ഉറുമ്പും ഇതിലി ഓടി അവസാനം ഉറുമ്പിന് മനസ്സിലായി ആന അമ്പലത്തിൻ്റെ ഉള്ളിലുണ്ട്. എങ്ങനെയാണ്? ആനയുടെ ചെരുപ്പ് പുറത്തുണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് ജൽപ്പം. പിന്നുള്ളത് വിതർക്കമാണ്. എന്തും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ സ്ഥാപിക്കുക. സ്വാമി ഇതിനെ ഒരു ഹെൽത്തി ഡിസ്കഷനായിട്ട് കാണുന്നു. നമ്മൾ ഇത് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ കുപ്പായം അഴിച്ചു വെക്കുകയും അതിൻ്റെ പ്രവർത്തകനായിട്ട് നിങ്ങൾ പറയുന്ന ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മാനവിക ദർശനം, മനുഷ്യൻ്റെ ആത്യന്തികമായ ശാന്തിയും സമാധാനവും നൽകുന്ന ദർശനത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചാൽ തീർച്ചയായിട്ടും അതിന് സ്വാമി അതിൻ്റെ വഴിയെ വരാൻ തയ്യാറാണ് എന്ന് ഈ ആമുഖത്തിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് അനുവദിച്ച സമയത്തെ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ട് വിടവാങ്ങുന്നു. നമസ്കാരം.